മറുനാടും മലനാടും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് UAE എക്സ്ചേഞ്ച്. നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. മുതിർന്നവരുടെ വാക്കുകൾക്കനുസരിച്ച് ജീവിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർക്ക് വിജയം ഉറപ്പാണ്. അത്തരത്തിൽ മറ്റൊരു വ്യക്തിയെ കൂടി നമ്മൾ പരിചയപ്പെടുന്നു. മലയാളിയായ ശ്രീ കുര്യൻ തങ്കച്ചൻ. സാധാരണ ഒരു കർഷകൻ്റെ മകനായി ജനിച്ച ഇദ്ദേഹം നാട്ടിൽ ജോലിയുണ്ടായിരുന്നെങ്കിലും അതിനപ്പുറം വലിയൊരു ലക്ഷ്യം മനസ്സിൽ കണ്ട് മറുനാട്ടിലെത്തി ഇന്ന് ഒമാനിലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും നമുക്കൊന്ന് പരിചയപ്പെടാം. എറണാകുളം ജില്ലയിൽ ഇടക്കാട്ടുവയൽ പഞ്ചായത്തിൽ കൈപ്പട്ടൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് 25 വർഷങ്ങൾക്ക് മുൻപ് ഒമാനിലെത്തി ആഗ്രഹിച്ചതിനപ്പുറം ജീവിത വിജയം നേടിയ മലയാളിയാണ് ശ്രീ കുര്യൻ തങ്കച്ചൻ. പരേതനായ ശ്രീ കുര്യന്റെയും മറിയക്കുട്ടിയുടെയും 3 മക്കളിൽ ഏക ആൺതരിയായ തങ്കച്ചൻ തന്റെ എഞ്ചിനീയറിംഗ് പഠനശേഷം കുണ്ടറ സിറാമിക്സിൽ ജോലി നേടി. എന്നാൽ കർഷകനായിരുന്ന അച്ഛന്റെ അധ്വാനവും അതിനൊത്തില്ലാതിരുന്ന ജീവിത ചുറ്റുപാടുകളും കണ്ടു വളർന്ന ഇദ്ദേഹം മറ്റുള്ളവരെ പോലെ നല്ല നിലയിൽ ജീവിക്കണമെന്ന് കഠിനമായി ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തിന്റെ ഫലമായാണ് പരിധികളില്ലാതെ ഒരു അധ്വാനിക്ക് വളരാൻ പറ്റിയ ഗൾഫ് രാജ്യങ്ങളിലൊന്നായ ഒമാനിലേക്ക് വരാൻ തീരുമാനിച്ചത്. നമ്മുടെ ഒരു കസിൻ ഇവിടെ കമ്പനിയിലെ മാനേജറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാനിവിടെ എത്തുമായിരുന്നു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് അവിടെ അസിസ്റ്റൻ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ ഇവിടെ തന്നെ അങ്ങ് സെറ്റിലാകാമെന്ന് തീരുമാനിച്ചു. ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ 96 റോയൽ ഒമാൻ പോലീസിലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടി. അങ്ങനെ അവിടെ 9 വർഷത്തോളം ജോലി ചെയ്തു. ആ വരവ് പക്ഷേ 25 വർഷം പിന്നിടുമ്പോൾ ഇദ്ദേഹം ഒമാനിൽ ഇന്നറിയപ്പെടുന്ന അൽ മുഖൈനി ഇന്റർനാഷണൽ എന്ന കോൺട്രാക്ടിംഗ് കമ്പനിയുടെ MD ആണ്. 2006 കൂടി 9 വർഷം ജോലി 6 കൂടി ഞാൻ റോയൽ ഒമാൻ പോലീസിൽ നിന്ന് റിസൈൻ ചെയ്ത് അദ്വാസൂർ എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അതിനുശേഷം ഓഗസ്റ്റ് 2007 അൽ മുഖൈനി ഇന്റർനാഷണൽ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് പറഞ്ഞ ഈ കമ്പനി ഞാൻ രജിസ്റ്റർ ചെയ്തത്. ഗവൺമെന്റ് പ്രോജക്റ്റുകളാണ് കൂടുതലും ചെയ്യുന്നത്. കാരണം ക്വാളിറ്റിയാണ് ഇദ്ദേഹത്തിന്റെ കമ്പനിയുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെയാണ് ഒമാനിൽ ഗവൺമെന്റ് തലത്തിൽ ഇത്രയധികം വർക്കുകൾ ചെയ്യാൻ ശ്രീ തങ്കച്ചന് കഴിഞ്ഞത്. നമ്മൾ ചെയ്യുന്ന പണി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് ക്വാളിറ്റി ആയിട്ട് രീതിയിൽ പണി കംപ്ലീറ്റ് ചെയ്ത് കൺസൾട്ടൻസിനും അതുപോലെ കോൺട്രാക്ടേഴ്സിനും സിവിൽ കോൺട്രാക്ടേഴ്സിനും എല്ലാവർക്കും അറിയാം. ആ ഒരു ഇതാണ് നമ്മളെ ഇത്രയും ഈ റെസിഷൻ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് ടൈമിങ് ഒരു 2 വർഷത്തേക്കുള്ള പ്രോജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. വളരെ സിൻസിയറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെ. അതാണ് ഈ ഒരു 10 വർഷത്തെ ടൈമിനുള്ളിൽ നമ്മൾ ഈ ലെവലിലോട്ട് എത്താനുള്ള കാരണം. നമ്മുടെ ലേബേഴ്സ് ആണെങ്കിലും ഫോർമാന്മാരാണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ദേ ആർ വെരി ഡെഡിക്കേറ്റഡ്. കുറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മാത്രമായിരുന്നു 1996 ഒമാനിലെത്തുമ്പോൾ ഇദ്ദേഹത്തിന് കൂട്ട്. ഗൃഹപാഠം ചെയ്യാതെ ഇവിടെ എത്തി അനുഭവങ്ങളെ അധ്യാപകനാക്കി ഈ മലയാളി വളർന്നു. 2006 ആദ്യമായി ഒരു കമ്പനി തുടങ്ങി. സെയിം സ്പോൺസർ തന്നെ സെയിം സെറ്റപ്പിൽ ഇൻവെസ്റ്ററായിട്ട് 70% ഇൻവെസ്റ്ററായിട്ട് ഞാൻ ഈ പ്രസ്ഥാനം തുടങ്ങി. അന്ന് മുതൽ ഇങ്ങോട്ട് അന്ന് 2-3 തൊഴിലാളികളുമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് ഇപ്പോൾ ഇതിൻ്റെ ഒരു 200ഓളം എംപ്ലോയീസ് ഈ സ്ഥാപനത്തിൽ ഒമാനികളായിട്ടും ഇന്ത്യക്കാരായിട്ടും പാകിസ്ഥാനികളായിട്ടും ബംഗ്ലാദേശുകാരും ഈവൻ ശ്രീലങ്കൻ നാഷണൽസും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം ഞങ്ങൾ ചെയ്ത സോഹാർ ഗോദ്രേജ് ഫാക്ടറിയുടെ ഒരു എക്സ്റ്റൻഷൻ പ്രോജക്റ്റിൽ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മെയിനായിട്ട്. പിന്നെ അതിന് ഒത്തിരി പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്ട് അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ രജിസ്ട്രേഷൻ എടുത്തു. രജിസ്റ്റേർഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായി MEDC മസൂൺ എന്നുള്ള കമ്പനികളുടെ ഇലക്ട്രിക് കമ്പനികളുടെ എല്ലാം പണികൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ C ഗ്രേഡ് കോൺട്രാക്റ്റില്ല. ഇപ്പോൾ നമ്മൾ B ഗ്രേഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ എങ്ങനെ എത്തി? ഗൂഗിൾ മാപ്സ്. മോനെ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ ആദ്യമായിട്ടാ ഇത്ര ദൂരം. ഇല്ല മാമ, പക്ഷെ അങ്ങോട്ട് അടുക്കുന്നില്ല. നോക്കാം. മീഡിയ സിറ്റി അല്ലേ ഇന്റർവ്യൂ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ ടാക്സി വന്നിട്ടുണ്ട്. ഓൺ ദ വേ ആണ്. No, it's okay. Congrats, Jojikuta, for your new job. How did you know this? Machane, thank you for the job. He's super happy. എന്നാൽ നല്ലവണ്ണം പ്രവർത്തിച്ചു വന്ന ആ സ്ഥാപനം ഒമാൻ എന്ന രാജ്യത്തെ മുഴുവൻ നടുക്കിയ 2007 ഗോനു എന്ന കടൽക്ഷോഭത്തിൽ
ഒന്നും അവശേഷിപ്പിക്കാതെ മുങ്ങിപ്പോവുകയായിരുന്നു. ഒരു വലിയൊരു മഴയും കാറ്റുമായിട്ട് ഇവിടെ വന്ന് ഇവിടെ ഡാം പൊട്ടി കംപ്ലീറ്റ് ഇന്ത്യൻ സ്കൂൾ ഗോബ്രയുടെ ബാക്ക് സൈഡ് കൂടെ ഒരു വലിയൊരു റിവർ ഫോം ചെയ്യായിരുന്നു. കംപ്ലീറ്റ് ആ ഏരിയയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയയിലും കാറുകളും എല്ലാം നാശനഷ്ടം, വളരെ വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കി. അന്നത്തെ ഒമാൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ മൊത്തത്തിൽ കുലുക്കി കളഞ്ഞ ഒരു സംഭവമായിരുന്നു. മോഡേൺ ആയിട്ടുള്ള ഒമാൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ റോഡുകളും ഇൻഫ്രാസ്ട്രക്ചറുകളും എല്ലാം ഡെവലപ്പ് ചെയ്യിച്ചു. എല്ലാം റൗണ്ട് ബോട്ടുകളും ബ്രിഡ്ജുകൾ ഒത്തിരി ബ്രിഡ്ജുകൾ ഉണ്ടാക്കി. വാദികളെല്ലാം അവർ പ്രൊട്ടക്ട് ചെയ്ത് വാദിയിൽ വെള്ളം ഫ്രീ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് വാദിയിലുണ്ടായിരുന്ന മറ്റുള്ള ഡെബറീസും അതുപോലെ തന്നെ കൺസ്ട്രക്ഷനുകളെല്ലാം പ്രോപ്പറാക്കി അവർ വാദി ശരിക്കും വെള്ളം ഒഴുകത്തക്ക രീതിയിലുള്ള ഇതാക്കി. പ്രകൃതിയെ ആശ്രയിച്ച് കൃഷി ചെയ്ത് ജീവിച്ച പിതാവിന്റെ മകനായ തങ്കച്ചനെ ആ പ്രകൃതിക്ഷോഭം തളർത്തിയില്ല. തുടർന്ന് ഇച്ഛാശക്തിയുടെ കരുക്കൾ നീക്കി ഈ ദൈവവിശ്വാസി നേടുക തന്നെ ചെയ്തു. കോറം റോയൽ ഒമാൻ പോലീസിൻ്റെ വലിയൊരു ക്യാപിറ്റലുള്ള ഒരു വലിയൊരു അക്കോമഡേഷൻ ബ്ലോക്ക് നമ്മൾ 2 പ്രോജക്റ്റിൽ നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്റ്റ് നമ്മൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ഹാൻഡ് ഓവർ ചെയ്തു. അവിടെയാണ് മെയിനായിട്ട് പ്രോജക്റ്റ് നമ്മൾ ക്യാപിറ്റൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് നമുക്ക് ഇപ്പോൾ റൂയി പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ അതിൻ്റെ ഇലക്ട്രോ മെക്കാനിക്കൽ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ തുമ്രേത്ത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ റോയൽ ഒമാൻ പോലീസിൻ്റെ ഫൗദ് പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വലിയ വലിയ പ്രോജക്റ്റുകളാണ്. 2007 ഓഗസ്റ്റിൽ അൽ മുഖൈനി ഇൻ്റർനാഷണൽ എന്ന ഈ സ്ഥാപനം തുടങ്ങി. അത് ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു ഏകദേശം ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 1750 റിയാലോളം അവർ നമുക്ക് അവരുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെക്കായിട്ട് റിലീസ് ചെയ്തു. അത് ഇന്ത്യൻ സ്കൂളിൻ്റെ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു 175 റുപ്പീസ് റിയാലിൻ്റെ ടൂൾസിനുള്ള ഒരു LPO അവർ ഇഷ്യൂ ചെയ്തു. അവിടെ നിന്നാണ് നമ്മൾ അൽ മുഖൈനി ഇൻ്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗോനുവിൻ്റെ ഞെട്ടലിൽ നിന്ന് തിരിച്ചു വന്ന ഒമാനും അവിടുന്ന് കൂടുതൽ ശക്തിയോടെ മുന്നേറുന്ന കാഴ്ചയാണ് ലോകം പിന്നീട് കണ്ടത്. 25 വർഷം മുമ്പെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് നമ്പർ ഓഫ് ബിൽഡിങ്സ് ഈ അൽക്വയർ ഏരിയ തന്നെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളായി. ഇൻഫ്രാസ്ട്രക്ചർ വി ക്യാൻ സേ ഒരു 200% ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പായി. ഈ റോഡുകളായിട്ടാണെങ്കിലും ബ്രിഡ്ജുകളായിട്ടാണെങ്കിലും മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിലാണെങ്കിലും കൊമേഴ്സ്യൽ സെൻറ്ററുകളാണെങ്കിലും എല്ലാം ഒത്തിരി വ്യത്യാസമാണ് വന്നില്ല. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലോട്ട് ഡെവലപ്മെൻറ്റായി. ഒരു കമ്പനി ഒമാനിൽ പ്രവർത്തിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാൻ ഒമാൻ ഗവൺമെൻറ് ഒരുക്കമാണ്. അതാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ പ്രധാന ഘടകവും. ഗവൺമെൻറ് സ്ട്രക്ചർ നമ്മൾക്ക് ഒരു സപ്പോർട്ടീവായിട്ടാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത്. ഒരു ബാങ്ക് ലോണ് കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല. ബാക്കി മാൻ പവർ നമുക്കൊരു വലിയ ഇഷ്യൂ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടാനായിട്ടുണ്ട്. പിന്നെ വേറെ ടാക്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഉള്ള ഇയർലി നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ടാക്സ് നമ്മൾ അവർക്ക് പേ ചെയ്യാണ്ട് വേറെ ഹറാസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ ഇല്ല. ഒമാനിലെ ബിസിനസ് അന്തരീക്ഷത്തെക്കുറിച്ചായാലും ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചായാലും നല്ലതേ പറയാനുള്ളൂ ഇദ്ദേഹത്തിന്. ഇവിടെ കാര്യങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും. ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത് ആ പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നാട്ടിൽ അത്ര പെട്ടെന്ന് നടത്താൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫാസ്റ്റ് ട്രാക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ആദ്യം വന്നപ്പോൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഇന്നും ഇദ്ദേഹത്തിൻ്റെ കരുത്താണ്. ഇപ്പോൾ ദുബായിലും കമ്പനി ആരംഭിക്കുകയാണ് ഈ മലയാളി. ദുബായ് ബ്രാഞ്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇതേ സെയിം ഇലക്ട്രോ മെക്കാനിക്കൽ. നെക്സ്റ്റ് ഒരു അംബീഷൻ എന്ന് പറയുന്നത് നാട്ടിൽ ഒരു ഇതേ രീതിയിലുള്ളൊരു ഇലക്ട്രോ മെക്കാനിക്കൽ കോൺട്രാക്റ്റിംഗ് കമ്പനി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മാതാപിതാക്കളും നാടും നാട്ടുകാരുമൊക്കെ ഇന്നും വൈകാരികമായ ഓർമ്മകളാണ് ഇദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ പഴയ ആ കത്തെഴുത്ത് കാലം മറക്കാൻ ഈ മനുഷ്യന് കഴിയുന്നില്ല. നമുക്ക് ഇന്നത്തെ പോലെ ഇയർലി ടിക്കറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 കൊല്ലം കൂടുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ്. ഗവൺമെൻറ്റിലായിരുന്നെങ്കിലും അവർ 1 ഇയറിൽ നമുക്ക് പോകണമെങ്കിൽ നമ്മൾ ഓൺ ടിക്കറ്റിൽ പോകണം. ഗവൺമെൻറ് അവരും ടിക്കറ്റും 2 ഇയറിലായിരുന്നു ആദ്യകാലങ്ങളിൽ. ആ ഒരു വേർപാടും നമ്മുടെ ബന്ധുക്കളെ കാണാനും അമ്മയും അപ്പൻ ഇവരെല്ലാവരും നമ്മൾ അകന്ന് നിൽക്കുക, ആ ഒരു വലിയൊരു വിഷമം തന്നെയാണ്. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നുമില്ല. കാരണം ആര് വന്നാലും ഇപ്പോഴത്തെ ഒരു എംപ്ലോയ്മെൻറ്റ് ക്യാരക്ടർ എന്ന് വെച്ചാൽ ആരെ എമർജൻസി വന്നാലും എഴുതി കൊടുത്താൽ ലീവിന് നമ്മൾ വിടുക. കാരണം അവൻ തിരിച്ചു വരണം. അതാണ് നമ്മുടെ ഒരു പോളിസി, വിട്ടുപോകാതിരിക്കാൻ വേണ്ടി. കത്തുന്ന മനസ്സുമായി കത്തുകളും കാത്തിരുന്ന ഒരു കാലം. ആ കത്തുകളിലെ അക്ഷരങ്ങളിലൂടെ വീണ്ടും വീണ്ടും കുടുംബത്തെയും നാടിനെയും അറിഞ്ഞിരുന്ന കാലം. കാലം ഒരുപാട് മാറിയെങ്കിലും ഇതൊന്നും മാറിയ കാലത്തിന് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് ലെറ്ററുകളായിരുന്നു. ഈ വരുന്ന ലെറ്റർ ഒരെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കമ്പനി PR ചോദിക്കുക എൻ്റെ പേരിൽ വല്ല ലെറ്റർ ഉണ്ടെന്ന്. ഒമാനിയാണ് PR. അയാളായിരിക്കും മോസ്റ്റ്ലി അന്നത്തെ കാലത്തൊക്കെ. അന്നാണേലും ഇന്നാണേലും PRമാരുടെ കയ്യിലോ അല്ലെങ്കിൽ കമ്പനി ഡ്രൈവർമാരുടെ കയ്യിലോ പോസ്റ്റ് ബോക്സിൻ്റെ ചാവി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേ നമ്മൾ നോക്കുന്ന എല്ലാ ലെറ്ററും വന്നിട്ടുണ്ട്. ആ ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ ഈ ലെറ്റർ എടുത്ത് ഇങ്ങനെ വായിച്ച് പിന്നെയും പിന്നെയും വായിക്കും. നമുക്ക് നാടുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. അമ്മ എഴുതുന്ന പോലെ അപ്പൻ എഴുതുന്ന പോലെ ആ ലെറ്ററുകൾ മാത്രമേ ഉള്ളൂ. ആ ലെറ്ററുകൾ നമ്മളിങ്ങനെ പിന്നെയും പിന്നെയും വായിച്ചിട്ടാണ് നമ്മൾ നാട്ടിലൂടെ സഞ്ചരിക്കുന്നത്. ഇന്നും ഞാൻ ആ ലെറ്ററുകൾ പലയിടത്തും എൻ്റെ മക്കൾ എടുത്ത് ആ ലെറ്റർ എടുത്ത് വായിച്ച് അവർ ഇന്ന് ചിരിക്കാറുണ്ട്. കാരണം അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ അറിവനുസരിച്ച് അവരെഴുതുന്ന എഴുത്തുകളും അക്ഷരങ്ങളൊക്കെ നമുക്കേ കൂട്ടി വായിക്കാൻ പറ്റും. ഇന്ന അക്ഷരം ഇന്നതാണ് ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ജനറേഷൻ കഴിഞ്ഞാൽ അവർക്ക് ആ ലിപികൾ പോലും കണ്ടാൽ അറിയത്തില്ല. ഇന്നും ആ ലെറ്ററുകൾ പലതും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെ ലെറ്റർ എഴുത്തില്ലല്ലോ. ലെറ്റർ എഴുത്തില്ല, ഗ്രീറ്റിംഗ് കാർഡുകളില്ല. അതെല്ലാം വാട്സപ്പിൽ നേരം എടുക്കുക, ഒരു മെസ്സേജ് വരും, അത് അടുത്ത ആഴ്ച ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്യുക എന്നുള്ളതിൽ കഴിഞ്ഞിട്ട് ആരും അതിനുവേണ്ടി ഒരു കമ്മ്യൂണിക്കേഷനിൽ അത്രയ്ക്ക് വലിയ ഡെവലപ്മെൻറ്റാണ് നടന്നത്. നല്ല ചീത്തയാന്നല്ല നല്ലത് തന്നെ. പക്ഷേ ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് പലതും അങ്ങ് വളരെ കുറഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നുന്നു. തൻ്റെ മക്കൾക്കും നല്ലത് പറഞ്ഞുകൊടുത്ത് ഈ അച്ഛനും അമ്മയും നല്ല ചിന്തകളിലൂടെ അവരെ വളർത്തുന്നു. സുനിയാണ് ഭാര്യ, 3 മക്കൾ. വൈഫിൻ്റെ പേര് സുനി. വീട് കുമരകം. മക്കൾ 3 പേരാണ്. ബോണി, മരിയ, റോണി. മൂത്തവൻ ബോണി ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മോള് +2 ഇവിടെ IMSMൽ തന്നെയാണ് പഠിക്കുന്നത്. റോണി ഇളയ മോൻ ISMൽ 8th സ്റ്റാൻഡേർഡിൽ. ഈ പ്രവാസ ജീവിതം പലതും തന്നു, പലതും പഠിപ്പിച്ചു. എന്തൊക്കെ നേടിയാലും വേർപാടിൻ്റെ ദുഃഖമുണ്ട് പ്രവാസിക്ക്. ബിസിനസ്സിലെ വെല്ലുവിളികൾ നേരിടാൻ ഇദ്ദേഹത്തിന് ദൈവത്തിൻ്റെ തുണയുണ്ട്. കാരണം തൻ്റെ നേട്ടങ്ങളെല്ലാം ദൈവം തന്നതാണെന്ന് ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ കണ്ട ഈ മലയാളി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ മെൻ്റൽ സെറ്റപ്പ് ഇവിടുന്ന് മാറ്റി അവിടുത്തെ സെറ്റപ്പിലോട്ട് മാറിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ രീതിയിലായിട്ട് നമ്മൾ മാറിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സക്സസ് ആവാനും പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ഒരു ദിവസം ഒരു കാര്യം പ്രോഗ്രാം ചെയ്ത് പോയാൽ ഒരു 80% പ്രോഗ്രാം അതനുസരിച്ച് ആ പ്രോഗ്രാം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അവിടെ നടക്കുന്ന സമയത്ത് നടക്കും. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ മേൽത്തട്ടുകാരുടെ ആഘോഷ ജീവിതത്തിൽ ആരാലും കാണാതിരുന്ന, കണ്ടാലും പരിഗണിക്കാതിരുന്ന ഒരുപിടി ജീവിതങ്ങളാണ് പ്രവാസത്തിലൂടെ ശ്രീ തങ്കച്ചനെ പോലെ തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് സ്വയം നടന്നു കയറിയത്. അവർക്കെല്ലാം മറുനാടും മലനാടിൻ്റെയും ഭാവുകങ്ങൾ. ഓരോ വ്യക്തികളെക്കുറിച്ച് നാം അറിയുമ്പോഴും കേൾക്കുമ്പോഴും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ടാകും. ഇന്ന് നാം പരിചയപ്പെട്ട ശ്രീ കുര്യൻ തങ്കച്ചനും ശ്രീ ഡേവിസും ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ചിന്തിപ്പിക്കുന്നു. ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി. മറുനാടും മലനാടും നിങ്ങൾക്കായി അവതരിപ്പിച്ചത് UAE എക്സ്ചേഞ്ച്.